കേരള രാഷ്ട്രീയത്തിലും ആത്മീയ മേഖലയിലും ഒരുപോലെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPMന്റെ മുതിർന്ന നേതാവുമായ പത്മകുമാർ ഈ കേസിൽ പ്രതിയായി ജയിലിലായതോടെ പാർട്ടിയും സർക്കാരും പ്രതിരോധത്തിലായിരുന്നു. മാസങ്ങൾ നീണ്ട ജയിൽവാസത്തിനു ശേഷം ജാമ്യത്തിലിറങ്ങിയ പത്മകുമാറിനെതിരെ ഇപ്പോൾ പാർട്ടി അച്ചടക്ക നടപടി കടുപ്പിക്കുകയാണ്. ഇത് കേവലം ഒരു വ്യക്തിക്കെതിരെയുള്ള നടപടിയല്ല, മറിച്ച് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രതിച്ഛായ സംരക്ഷിക്കാനുള്ള CPMന്റെ തന്ത്രപരമായ നീക്കമാണ്. ശബരിമലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളാണ് പത്മകുമാറിനെ കുടുക്കിയത്. പ്രധാനമായും 2 കേസുകളിലാണ് അന്വേഷണ സംഘം ഇദ്ദേഹത്തെ പ്രതി ചേർത്തിരുന്നത്. ശബരിമലയിലെ സോപാനവുമായി ബന്ധപ്പെട്ട സ്വർണം പൂശിയ കട്ടിളപ്പാളിയുടെ നിർമ്മാണത്തിൽ വലിയ തോതിൽ സ്വർണം വകമാറ്റിയതും ക്രമക്കേട് നടന്നുവെന്നുമാണ് ഈ കേസ്. 2025 നവംബർ 20-നാണ് ഈ കേസിൽ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം ആദ്യമായി അറസ്റ്റ് ചെയ്യുന്നത്. ശ്രീകോവിലിന്റെ മുന്നിൽ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ടാണ് രണ്ടാമത്തെ കേസ്. ആദ്യ കേസിൽ റിമാൻഡിലിരിക്കെ തന്നെ ഡിസംബർ 4-ന് ഈ കേസിലും പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഭക്തർ സമർപ്പിച്ച സ്വർണത്തിൽ ഇത്ര വലിയ ക്രമക്കേട് നടന്നുവെന്ന വാർത്ത കേരളത്തിലുടനീളം വലിയ പ്രതിഷേധങ്ങൾക്കും കാരണമായിരുന്നു. ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരുന്ന ഒരാൾ തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവെന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദനയായി മാറി. ഏകദേശം 90 ദിവസത്തോളം പത്മകുമാർ ജയിലിൽ കഴിഞ്ഞു. ഈ കാലയളവിൽ അദ്ദേഹം CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുകയായിരുന്നു. സാധാരണഗതിയിൽ ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ പെടുന്ന നേതാക്കളെ ഉടൻ തന്നെ മാറ്റി നിർത്താനുള്ള CPM പത്മകുമാറിന്റെ കാര്യത്തിൽ കാണിച്ച മൗനം പാർട്ടിക്കുള്ളിൽ വലിയ അസംതൃപ്തിക്കും കാരണമായി. കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് കൃത്യസമയത്ത് സാധിക്കാത്തതിനെ തുടർന്ന് ഫെബ്രുവരി 20-ന് അദ്ദേഹത്തിന് സ്വാഭാവികമായി ജാമ്യം ലഭിച്ചു. പുറത്തിറങ്ങിയ പത്മകുമാറിനെ സ്വീകരിക്കാനോ പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കാനോ പ്രാദേശിക നേതൃത്വം തയ്യാറായില്ല. അദ്ദേഹത്തെ സംരക്ഷിക്കുന്നുവെന്ന ഇമേജ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ തിരിച്ചടിയാകുമെന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ബോധ്യമുണ്ടായിരുന്നു. പത്മകുമാറിനെതിരെയുള്ള അച്ചടക്ക നടപടികൾക്ക് CPM തുടക്കം കുറിച്ചത് ആധുനികമായ രീതിയിലാണ്. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്ത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചു. ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഗ്രൂപ്പിലെ ചർച്ചകൾ പത്മകുമാർ അറിയേണ്ടതില്ലെന്ന് പാർട്ടി തീരുമാനിച്ചു. അത് അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ സ്വാധീനം അവസാനിപ്പിച്ചു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ഇനി നടക്കാനിരിക്കുന്ന ഒരു ജില്ലാ കമ്മിറ്റി യോഗത്തിലേക്കും പത്മകുമാറിനെ ക്ഷണിക്കില്ല. പാർട്ടിയുടെ നയപരമായ തീരുമാനങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ പൂർണ്ണമായി മാറ്റി നിർത്താനാണ് നേതൃത്വത്തിന്റെ നീക്കം. പത്മകുമാറിനോട് പാർട്ടി ഔദ്യോഗികമായി വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് കനത്ത അവമതിപ്പുണ്ടാക്കിയെന്നും ഇതിൽ അദ്ദേഹത്തിന്റെ പങ്കിനെ കുറിച്ച് വ്യക്തമായ മറുപടി വേണമെന്നുമാണ് നോട്ടീസിലെ ഉള്ളടക്കം. പത്മകുമാർ നൽകുന്ന മറുപടി തൃപ്തികരമല്ലെങ്കിൽ അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കാൻ CPM സംസ്ഥാന നേതൃത്വം അനുമതി നൽകിയേക്കും. പത്തനംതിട്ട ജില്ലയിലെ പാർട്ടിക്കുള്ളിൽ പത്മകുമാറിന് അനുകൂലമായി നിലനിന്നിരുന്ന ഒരു ചെറിയ വിഭാഗം പോലും ഇപ്പോൾ അദ്ദേഹത്തെ കൈവിട്ടിരിക്കുകയാണ്. ശബരിമലയിലെ വിഷയം കേരള രാഷ്ട്രീയത്തിൽ എത്രത്തോളം നിർണായകമാണെന്ന് 2019-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തെളിയിച്ചതാണ്. വീണ്ടും ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള എന്നത് പ്രതിപക്ഷത്തിന് ലഭിച്ച വലിയൊരു ആയുധമാണ്. UDFും BJPയും ഈ വിഷയം നിയമസഭയിലും പുറത്തും സജീവമായി നിലനിർത്തുന്നു. അഴിമതിക്ക് കൂട്ടുനിന്ന ഭരണകക്ഷി നേതാവെന്ന നിലയിൽ പത്മകുമാറിനെ മുൻനിർത്തി സർക്കാരിനെ ആക്രമിക്കാനാണ് അവരുടെ ശ്രമം. പത്മകുമാറിനെ അച്ചടക്ക നടപടി എടുക്കുന്നതിലൂടെ അഴിമതിക്കാരെ പാർട്ടി സംരക്ഷിക്കില്ലെന്ന സന്ദേശം നൽകാനാണ് CPM ശ്രമിക്കുന്നത്. വ്യക്തിപരമായ ലാഭത്തിനു വേണ്ടി പാർട്ടിയെ ചതിക്കുന്നവർക്ക് സ്ഥാനമില്ല എന്ന നിലപാടിലൂടെ ജനവിശ്വാസം തിരിച്ചുപിടിക്കാനാണ് രാജു എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ ഘടകം ലക്ഷ്യമിടുന്നത്. പത്മകുമാറിന്റെ കാലയളവിൽ നടന്ന മറ്റ് പല ഇടപാടുകളെക്കുറിച്ചും ഇപ്പോൾ ദേവസ്വം ബോർഡിനുള്ളിൽ തന്നെ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നത് ബോർഡിന്റെ വിശ്വസ്തതയെ തന്നെ ബാധിച്ചിരുന്നു. പത്മകുമാറിനെതിരെയുള്ള പാർട്ടി നടപടി ദേവസ്വം ബോർഡിനുള്ളിലെ മറ്റ് പല അഴിമതിക്കാരെയും ഭയപ്പെടുത്തുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പത്മകുമാറിന്റെ രാഷ്ട്രീയ ഭാവി ഏതാണ്ട് അവസാനിച്ച മട്ടാണ്. ഒരു കാലത്ത് പത്തനംതിട്ട ജില്ലയിലെ CPMന്റെ ശക്തമായ മുഖമായിരുന്ന അദ്ദേഹം ഇന്ന് സ്വന്തം പാർട്ടിയാലും അണികളാലും വെറുക്കപ്പെടുന്ന അവസ്ഥയിലാണ്. അഴിമതിയും ആത്മീയ സ്ഥാപനങ്ങളിലെ പണക്കൊള്ളയും ജനങ്ങൾ ഒരിക്കലും ക്ഷമിക്കില്ലെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് പത്മകുമാറിനെ പുറത്താക്കി ശരീരത്തിലെ വ്രണം വെട്ടിമാറ്റുന്ന രീതിയിലുള്ള ശുദ്ധീകരണ പ്രക്രിയയാണ് CPM നടത്തുന്നത്. ഇത് തിരഞ്ഞെടുപ്പിൽ എത്രത്തോളം ഗുണകരമാകുമെന്ന് കണ്ടറിയണം. എങ്കിലും ശബരിമലയുടെ പേരിൽ നടന്ന അഴിമതിക്ക് കാലം നൽകുന്ന നീതിയായാണ് ഭക്തരും പൊതുസമൂഹവും ഈ നടപടികളെ വീക്ഷിക്കുന്നത്.